നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ എന്താണ് വികസനം? നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണോ വികസനം? നേരത്തെ തന്നെ 6 ലക്ഷം കോടി കടമായി. നമുക്ക് കടമെടുക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ പുറത്ത് കിഫ്ബി വഴി ഈ 1-1.5 ലക്ഷം കോടി രൂപ കടമെടുത്ത് വികസിപ്പിക്കുന്നതാണോ യഥാർത്ഥ വികസനം? ഇത് ശരിക്കും വിത്ത് കുത്തി തിന്നുന്നതിന് സമമല്ലേ? എന്നിട്ട് വിത്ത് കുത്തി തിന്നുക, എന്നിട്ട് അത് വികസനമാണെന്നും പറഞ്ഞ് ഞെളിയുക, അതല്ല ഇവിടെ നടക്കുന്നത്. ശരിക്കും നമ്മുടെ റവന്യൂ, നമ്മുടെ സംസ്ഥാന വരുമാനം കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും പരിപാടികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ഒരു സംസ്ഥാനവും ഇപ്പോൾ ഇങ്ങനെ ഈ കടമെടുത്ത് വികസനം ചെയ്യുന്നത് വലിയ വികസനമായിട്ട് വീമ്പിളക്കാറില്ല. നമ്മുടെ കേരളമേ ചെയ്യാറുള്ളൂ. തമിഴ്നാടും മറ്റുമൊക്കെ, തമിഴ്നാട് കർണാടകയൊക്കെ വികസനം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത്, അവർ പല പല മൾട്ടിനാഷണൽ കമ്പനികളെ, അതായത് ഓട്ടോമോട്ടീവ് സെക്ടറിലുള്ള, മാനുഫാക്ചറിങ് സെക്ടറിലുള്ള, IT സെക്ടറിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളെ അവരുടെ സംസ്ഥാനത്തേക്ക് വിളിച്ചു കൊണ്ടുവരികയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അവരിൽ കോടാനുകോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൽ കൂടെ സംസ്ഥാനത്തിൻ്റെ പ്രയോജനം, അവിടെ 10,000-കണക്കിന് ജനങ്ങൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. കോടാനുകോടി രൂപ അവിടെ ടാക്സായിട്ട് സർക്കാരിൻ്റെ റവന്യൂ ആയിട്ട് വരുന്നു. അതാണ് വികസനം. അല്ലാതെ ഈ വിത്ത് കുത്തി നമ്മുടെ കടമെടുക്കുന്ന പരിധിയിൽ മുകളിൽ കടമെടുത്ത് കെട്ടിടങ്ങൾ പണിയുകയും സ്കൂൾ കെട്ടിടങ്ങൾ പണിയുകയും ഒക്കെ ചെയ്യുന്നതല്ല വികസനം. അതുകൊണ്ട് ചെയ്യുന്ന നമ്മുടെ നാട് മുടിയും. 4-5 വർഷത്തിനകം ഇവിടെ ഒരു വെൽഫെയർ പ്രോഗ്രാംസും ചെയ്യാനുള്ള ഫണ്ടില്ലാതാകും. നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ ഈ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള എമൗണ്ട് ആവും. അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള എമൗണ്ട് ആവും. സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരും. സേവന മേഖലകളിലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മുടെ സർക്കാർ ആശുപത്രികൾ സ്തംഭിക്കും. അവിടെ മരുന്നില്ലാതാകും, മരുന്ന് മേടിക്കാൻ മാർഗമില്ലാതാകും. ഡോക്ടേഴ്സ്, പെർമനൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലാതാകും. അവിടെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനുള്ള സൗകര്യങ്ങളില്ലാതാകും. റോഡുകൾ റിപ്പയർ ചെയ്യാൻ പൈസ ഇല്ലാതാകും. കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ലാതാക്കും. അപ്പം കടം മേടിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വികസനങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തം അതാണ്. ഇപ്പോഴത്തെ ആധുനിക കാലത്ത് വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുന്ന അവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം കൊണ്ടുവരിക. അവർക്ക് അനുകൂലമായിട്ടുള്ള ചുറ്റുപാടുകൾ, ഫിസിക്കൽ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്ന അയാളെ യൂണിയൻ്റെ ലേബലിൽ 2-3 കൊല്ലം കൊണ്ട് അയാളെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഇവിടുന്ന് ഓടിക്കുകയെന്ന് ചെയ്യുന്നതല്ല. സംരംഭകനെ ഇവിടെ നിർത്താനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കണം. തമിഴ്നാട് നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ ബാക്ക്വേർഡായിരുന്നു. കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് അവർ എത്രയോ മുന്നോട്ട് പോയി. തമിഴ്നാട്ടിലുണ്ടായ വികസനങ്ങൾ, അവർ മുന്നോട്ട് കാണിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. അവിടെ കോടാനുകോടി രൂപയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെന്നൈയിലും കോയമ്പത്തൂരും അതിൻ്റെ അടുത്തുള്ള പട്ടണങ്ങളിലുമായിട്ട് വന്നു. അപ്പം അവരെയൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ അവിടുത്തെ ഗവൺമെൻറ് അവരെ പോയി ക്ഷണിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ എന്തെല്ലാം കമ്പനികളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഹുണ്ടായി, ഓട്ടോമോട്ടീവ് സെക്ടറിൽ ഹുണ്ടായി, ജാഗ്വർ, ലാൻഡ് റോവർ, BMW, ടാറ്റ, ഇങ്ങനെ എല്ലാ കാർ നിർമ്മാണ കമ്പനികളും ഇന്ത്യൻ കമ്പനികളും ഫോറിൻ കമ്പനികളും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രോണിക്സിൽ ഫോക്സ്കോ, നോക്കിയ, ഫ്ലക്സ്, ഇങ്ങനെ എത്രയോ കമ്പനികൾ ഇലക്ട്രോണിക്സ് രംഗത്തിൽ അവിടെയുണ്ട്. അതുപോലെ മാനുഫാക്ചറിങ് സെക്ടറിൽ ജനറൽ ഇലക്ട്രിക്, ബോഷ്, ചെന്നൈ പെട്രോളിയം, ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് കമ്പനികളാണ് അവിടെ എല്ലാം കൂടെ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, അവിടെ ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് ഒരു വർഷം സർക്കാരിന് കിട്ടുന്ന റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 ലക്ഷം കോടിയിൽ കൂടുതൽ തുകയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നുള്ള ടാക്സ് റെസിപ്റ്റ് മാത്രം ഗവൺമെൻറ്റിന്. ഇതാണ് വികസനം. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ കമ്പനികളിൽ ജോലിയും കിട്ടും.
നമ്മുടെ ഇവിടെ ഒരു 10,000 കോടി രൂപയെങ്കിലും ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് ടാക്സ് ആയിട്ട് ഇവിടെ കിട്ടുമോ? അപ്പം ഇതാണ് വികസനം. അല്ലാതെ ഈ നമ്മൾ കടം മേടിച്ച് കടം 6 ലക്ഷം കോടിയും അതിന് മുകളിൽ ബഡ്ജറ്റിൻ്റെ മുകളിൽ അതിന് കൂടുതൽ എമൗണ്ടായിട്ട് പോയി അത് വലിയ ഗമയായിട്ട് പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്നതല്ല വികസനം. അങ്ങനെ യന്ത്രമനുഷ്യനെ കാണിക്കുന്നതല്ല വികസനം. അതിൽ കൂടി നാട് ദരിദ്രമാകുവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന രാജ്യദ്രോഹമാണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാരെ പട്ടിണിയിലേക്ക് നയിക്കുകയാണ്, സർക്കാരിനെ ഇൻഎഫിഷ്യൻ്റ് ആക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കടം മേടിച്ച് പുട്ടടിച്ച് വികസിപ്പിക്കുന്ന ആ പരിപാടി ഈ ജനങ്ങളുടെ മുന്നിൽ വലിയ അഭിമാനത്തോടെ വെക്കരുത്. അതായത് വിത്ത് കുത്തി തിന്നോളുക, പക്ഷേ അത് കഴിഞ്ഞ് ഞെളിഞ്ഞൂടെ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.